നമസ്കാരമുണ്ട്. എന്തുണ്ട് വിശേഷങ്ങള്? എല്ലാവരും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് കാലത്തിന് ശേഷം ഒരു ട്രിപ്പ് പോവുകയാണ്. നെല്ലിയാമ്പതി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ്. ഞാനും ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഒന്ന് അവിടേക്കൊന്ന് പോകാനുള്ള പരിപാടിയിലാണ്. 3 മണിക്ക് എൻറ്റു 4 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ജേണി. 3 മണിക്കൂർ യാത്രയാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു 7:10 എത്തുന്നതാണ് തോന്നുന്നത്. നെല്ലിയാമ്പതിയിലെ വിശേഷങ്ങൾ നമുക്ക് കാണാം. കുറച്ച് കാലത്തിന് ശേഷമാണ് നമ്മൾ വീഡിയോ ഇറക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതാ സൈഡായിട്ട് ജെന്നീസാണ് വണ്ടി ഓടിക്കണത്. നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ ജെന്നിഫർ ഒരു ഗുഡ് മോർണിംഗ് പറ. അവള് ഗുഡ് മോർണിംഗ് അല്ല ഗുഡ് നൈറ്റ് പറഞ്ഞ ഉറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും നല്ല സൈഡാവുന്നു. ഞാനും ജെന്നീസും കണ്ണ് തുറന്ന് വണ്ടി ഓടിക്കുക. വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ഡയറക്ഷൻ പറഞ്ഞു കൊടുക്കുക. ഇറങ്ങിയപ്പോൾ ചെറിയൊരു മഴയുണ്ട്. അപ്പം അത്യാവശ്യം മഴ വരുന്നുണ്ട്. മഴയുണ്ട് കേട്ടോ. അപ്പോൾ പോന്നോളൂ, ഒന്നും നോക്കണ്ട, നമുക്ക് അടിപൊളി യാത്രയിൽ പങ്കെടുക്കാം. അപ്പോൾ പറഞ്ഞ പോലെ ഈ ചായക്കട കണ്ടപ്പോൾ ആള് നിർത്തി. തുടക്കം തന്നെ കുന്നമളം നമ്മൾ സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഒരു ചായക്കടയാണ്. അവിടുന്ന് നമ്മളൊരു ചായയും പിന്നെ എന്തെങ്കിലും ഒരു ഉഴുന്നുവട മേടിച്ചിട്ട് പോവാന്നുള്ള പരിപാടിയിലാണ്. അഞ്ചേമുക്കാലായി. ഇതാ നമ്മൾ പഴയന്നൂരൊക്കെ ക്രോസ് ചെയ്തു. നല്ല വെളിച്ചം വന്നു തുടങ്ങിയിട്ടുണ്ട്. ജെന്നീസ് നല്ല സ്മൂത്ത് ഡ്രൈവാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരാളിവിടെ നല്ല പൂത്തുറങ്ങും. പോണ വഴികളിലൊക്കെ നല്ല പാടവും നല്ല അടിപൊളി സീനുകളാണ്. നെല്ലിയാമ്പതിക്ക് കടക്കണക്ക് മുന്നേ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ഒരു 3 മണിക്ക് ശേഷം കടത്തി വിടില്ല. അതുപോലെ തന്നെ 7 മണിക്ക് ശേഷം തുറക്കുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ആദ്യത്തെ വ്യൂ പോയിന്റിലാണ് നിൽക്കുന്നത്. ഇവിടെ ചെറിയൊരു ടവറുണ്ട്. പിന്നെ ഡാമിൻ്റെ സൈഡിൽ നല്ല വ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടില്ല വ്യൂസ് ആണ്. ഒരു ഹായ്, ഞങ്ങളിലൊന്നുമില്ല. ആർക്കും കൊടുക്കണ്ട തിന്നെ.
നിങ്ങളിതാ ഒരു അടി കിഡിലൻ സ്ഥലമാണ് കേട്ടോ. അയ്യോ എന്താ അതിന്റെ ബാക്കിൽ കാണുന്ന സീനുകൾ കണ്ട. ഓ അപ്പോൾ ഗൈസ് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദോശയും സാമ്പാറും സൈഡിൽ ഇങ്ങനെ നിർത്തിയിട്ട് കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പാഷൻ ഫ്രൂട്ടാണ്. ഇവിടെ കാപ്പിത്തോട്ടം അങ്ങനെ ഓരോ തോട്ടങ്ങൾ സൈഡിൽ കാണാൻ സാധിക്കും. എത്ര രൂപ ചേട്ടാ? ഞങ്ങളുടെ കൊണ്ട് ഇങ്ങനെ അതുണ്ടായിരുന്നില്ല. കിടിലൻ റൈഡുകളിലാണ് ഇപ്പം നമുക്ക് ഫോറസ്റ്റ് ഓഫീസ് വന്നിട്ടുണ്ട്. ആ ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് ഒരാൾക്ക് 60 ഉറുപ്പിക വെച്ചിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം. എന്നിട്ടാണ് നമുക്ക് കാട്ടിലേക്ക് പോകാൻ പറ്റുള്ള മൃഗങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നും നോക്കാല്ല, കിടിലൻ വൈബുള്ള സ്ഥലമാട്ടോ. ഒരു രക്ഷയില്ലാത്ത സ്ഥലം. കണ്ടില്ലേ, ഗൂഗിൾ പേ മാത്രമേ എടുക്കുള്ളൂ കേട്ടോ. എനിക്ക് തന്നോട് വേദനല്ലോ അവന് കണ്ടെടുത്തില്ല. കഴിഞ്ഞു. സൈറ്റാണ് നമ്മൾ കാണുന്നത്. ഫോണിലൊക്കെ കാണുന്നത് സീതാറുണ്ട്, അതിന് ചോട് കാണുന്നത് കൊല്ലംകോട്, പിന്നെ പാലക്കാട്. നമ്മൾ കാണുന്ന സ്ഥലം സീതാറുണ്ടാണ് നെല്ലിയാമ്പതി ഭാഗത്ത്. നമ്മൾ ഇതിൽ പോയി കഴിഞ്ഞാൽ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ പൊലമറ ജനിച്ചെന്ന് ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഒരു 5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു സൂസൈഡ് പോയിന്റ് ഉണ്ട്. ആ സൂസൈഡ് പോയിന്റ് കാണുന്നത് നമ്മൾ താഴെ കാണുന്നത് കൊല്ലം ഭാഗം, പാലക്കാട്, കഞ്ചിക്കോട് വരെ നല്ല ക്ലിയറാണ്. ആ ഭാഗത്ത് ഇങ്ങനെ ഈ ഭാഗത്ത് തമിഴ്നാട് ഭാഗം പറയും.
ഏകദേശം 1500 അടി പൊക്കത്തിൽ നമ്മൾ കയറി വരുന്നത് സ്ഥലം. 1500 അടി പൊക്കത്തിൽ. ഞാൻ അടുത്ത സൈറ്റ് ഉണ്ട്, നമ്മൾ ബ്രഹ്മര സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. ഓക്കെ. അവിടെ പോയി കഴിഞ്ഞാൽ മറ്റേ പറമ്പുള ഭാഗമായിട്ട് തകർന്ന് റിസർവ് ഭാഗമായിട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പൊ നമുക്ക് സ്റ്റേ അടിക്കാൻ പറ്റുമോ? കാട് കിടന്നിട്ട് വെട്ടിയിട്ട് വാഴത്തേണ്ടത് നമ്മളിപ്പോൾ സെക്കൻഡ് ലൊക്കേഷനാണ് നിൽക്കുന്നത്. നല്ല അടിപൊളി മലയാണ്. എല്ലാ സ്ഥലത്തും നോക്കിയാലും മല, ഫുൾ ഗ്രീനറി, പിന്നെ ഫുൾ പാറ. നമുക്ക് കുറേ കുന്നും മലയൊക്കെ കയറി അറിയാം. ഒരാൾ നമ്മൾ കിടന്ന് ഉറങ്ങിവിടെ. നല്ല കാറ്റുണ്ട്, നല്ല സുഖം, ലൈക്ക് നല്ല കൂൾ വെതർ, അടിപൊളി. ഈ ലൊക്കേഷനിലാണ് ബ്രഹ്മനം സിനിമയുടെ കുറച്ച് സീൻസ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇത് നടത്തി നല്ല പെട തണ്ടൽ വേദനയുള്ളവർ പോവും, തണ്ടൽ വേദന ഇല്ലാത്തവർക്ക് തണ്ടൽ വേദന വരും. ഇങ്ങനത്തെ സംഭവങ്ങൾ. ഓറഞ്ച് ഫാം, അതായത് ഗവൺമെൻറ്റിൻ്റെ ഓറഞ്ച് ഫാമിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു നല്ലൊരു സംഭവമാണ്. ഇവിടുത്തെ കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഒരാൾക്ക് 25 രൂപ അഡൽട്സിന്, കുട്ടികൾക്ക് 7 മുതൽ 15 വയസ്സ് വരെ 10 രൂപ, 7 താഴെയുള്ളവർക്ക് പൈസ ഇല്ല. അപ്പോൾ നമ്മളൊന്നും നോക്കാതെ എടുത്തു. നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഒരു ഗാർഡൻ നമ്മൾ ഊട്ടിയിലൊക്കെ കാണുന്ന അതൊരു ഫീൽഡിലാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടുത്തെ സ്പെഷ്യൽ ഫാഷൻ ഫ്രൂട്ട് ജ്യൂസാണ്, ഫ്രഷാണ് കേട്ടോ. ഫാഷൻ ഫ്രൂട്ട് കുറേ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട്. തോപ്പിള ചാമ്പക്കല്ലേ, ചാമ്പമരത്താണ്. ഓ സൂപ്പറായി കേട്ടോ. എല്ലാരും ഇതിന്റെ ഉള്ളിൽ കൂടി ഇതിൽ അത്ര പെട്ടെന്ന് ഇത് കൊള്ളില്ല, മഴ കൊള്ളില്ല. ഇതൊരു വട്ടനാരകമാണ്, വട്ടനാരകം.
അത്യാവശ്യം ചെമ്പരത്തികള് ഹൈഡ്രാജിയ അതുകൊണ്ട് പോലെ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നാരങ്ങയുടെ സീസൺ കഴിഞ്ഞു. ഇപ്പോൾ ഇതുണ്ട്, ഇതൊക്കെ ചെറികളാണ്. പൂ പറിക്കുന്നത് ശിക്ഷാർഹമാണ് കേട്ടോ. ആന്ധ്രാപ്രദേശ് ചെറിയാണ്, ഒന്നും പറിക്കാൻ പാടില്ല. ഈ ചെടി ഞങ്ങളുടെ വീട്ടിലുണ്ട്, ഞങ്ങളുടെ വീട്ടിലുണ്ടാവും, പക്ഷെ ആരും കഴിക്കാറില്ല. ഇവിടെ കുറേ ഫ്രൂട്ട്സുകളുണ്ട്. ടൈപ്പ് നാരങ്ങ കേട്ടോ. ഒരു ഏറുമാടം കണ്ടു കണ്ടാ, കിട്ടില്ല വൈബ്. അന്നാമ്പ് കയറാൻ പോണം. പിന്നെ നമ്മള് ഏറുമാടത്തിലേക്ക് മെല്ലെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഏറുമാടത്തിലെത്തി. മരത്തിന്റെ മുകളിലാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫാഷൻ ഫ്രൂട്ടിന്റെ ഒരു തോട്ടത്തിലേക്ക് കിടക്കാൻ പോവാട്ടോ. ഫാഷൻ ഫ്രൂട്ട് എടുത്തു വെച്ചിട്ടുണ്ട്, നോക്കി നോക്കാം. അമ്പളിക്ക് ഫാഷൻ ഫ്രൂട്ടാണ്. അവര് വിളവെടുപ്പിച്ചിട്ടുണ്ട്. വലുത് കാണിച്ചു ഇത് ഫുള്ള്. യെസ്, നമ്മൾ ഈ മുന്തിരിങ്ങയുടെ മുന്തിരിത്തോട്ടത്തിൽ പോയ പോലെ ഫാഷൻ ഫ്രൂട്ടിന്റെ തോട്ടം. ഓറഞ്ചും കണ്ടു. ഇതൊക്കെ ഇപ്പോൾ സീസൺ കഴിഞ്ഞിട്ടുണ്ടായിരിക്കണ ഓറഞ്ചാട്ടാ. ഞങ്ങള് ഈ ഓറഞ്ച് തോട്ടം കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ ഒന്നും കാണാനില്ല എന്നാണ് പറയുന്നത്. 25 രൂപയ്ക്കുള്ളൊന്നുമില്ല, എന്നാലും അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരം പോക്കിന് ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്യാം, കുഴപ്പമില്ല.
ഇവിടെ ടിക്കറ്റ് ഇല്ല. നമ്മൾ നമ്മുടെ വണ്ടി നമ്പറും പേര് നമ്പറും എഴുതി കൊടുക്കുക. അതിനുശേഷം നമ്മൾ പോവാം. അപ്പോൾ വലിയൊരു ഏരിയ ആണിത്, നമുക്ക് എക്സ്പ്ലോർ സീതാക്കുണ്ടിലേക്ക് പോണ വഴിയാണ് പോയി കാണുന്നത്. അത്യാവശ്യം ഓഫ് റോഡ് ഡ്രൈവ് ആണ് കേട്ടോ. സീതാക്കുണ്ടിലേക്ക് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ആ വ്യൂ പോയിന്റിലേക്ക് നടക്കണം. ജെന്നീസും മമ്മിയും വന്നില്ല, ഡുണ്ടിയും വന്നില്ല, ഞാനും പെപ്പറും മാത്രമേ ഉള്ളൂ. അവർ വയ്യാണ്ടേ. അപ്പോൾ അവിടെ പോയിട്ടുണ്ട് വരാം. ഇതൊരു സൂസൈഡ് പോയിന്റ് ആണ്. കാണുന്ന സുന്ദരമായ സ്ഥലം. അയ്യോ, ഒരു രക്ഷയില്ലാത്ത കേട്ടോ. ഒരു പരദീസയുടെ ഉള്ളിൽ നിൽക്കണ ഒരു ഫീൽ. അത്രയും തണുപ്പും എന്താ പറയാ, കിട്ടിയില്ല മൈ. ഓ, ഇത് കണ്ടോ, ഒരു പൊട്ടിപ്പൊളിയാറ ഒരു പള്ളിയാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ തൊട്ടപ്പുറത്ത് ഇവിടെ സെമിത്തേരി. അപ്പോൾ നമ്മുടെ കുക്കിംഗ് പോയി ജോയിൻ്റെ സ്പെഷ്യൽ സാധനം എല്ലാവരും കൂടി വട്ടിരുന്നിട്ട് കാറിലിരുന്നിട്ട് കഴിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നെല്ലിയാമ്പതി വിശേഷം അടിപൊളിയാണെന്ന് വിശ്വസിക്കുന്നു. നെല്ലിയാമ്പതി നല്ല സ്ഥലമാണ്, പോയി കാണേണ്ട സ്ഥലമാണ്. അത് പറഞ്ഞ പോലെ. അപ്പോൾ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുക, നല്ല ഇഷ്ടം. ബൈ.